നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരായ 4ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ രക്ഷകനായി മാറിയിരിക്കുകയാണ് നിതീഷ് കുമാർ റെഡ്ഡി. യശസ്വി ജയ്സ്വാൾ ഒഴികെ ഇന്ത്യയുടെ മറ്റെല്ലാവരും കളി മറന്ന മത്സരത്തിൽ നിതീഷ് കുമാർ മധ്യനിരയിൽ രക്ഷകനായിരിക്കുകയാണ്. തകർപ്പൻ അർദ്ധ സെഞ്ചുറിയോടെ നിതീഷ് ഇന്ത്യക്ക് കരുത്തേകുകയായിരുന്നു. പരമ്പരയിൽ പലതവണ ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും തന്റെ ആദ്യ ടെസ്റ്റ് 50 മെൽബണിൽ കുറിക്കാനാണ് നിതീഷിന് സാധിച്ചത്. ഓസീസ് ബൗളർമാരെ ധൈര്യത്തോടെ നേരിട്ട നിതീഷ് സീനിയർ താരങ്ങൾക്ക് മാതൃകയാവുന്ന തരത്തിലുള്ള ബാറ്റിംഗ് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. മോശം ഷോട്ടുകൾക്ക് ശ്രമിക്കാതെ മോശം പന്തുകളെ തിരിഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ നിതീഷ് കുമാറിനായിട്ടുണ്ട്. 81 പന്ത് നേരിട്ട് 4 ഫോറും 1 സിക്സും ഉൾപ്പെടെയാണ് നിതീഷ് അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നത്. ഇപ്പോഴിതാ നിതീഷിന്റെ പ്രകടനത്തെ വാനോളം പ്രശംസിക്കുകയാണ് ആരാധകർ. നിതീഷ് തന്റെ അർദ്ധ സെഞ്ചുറി നേട്ടം ആഘോഷിച്ചത് പുഷ്പ ശൈലിയിലായിരുന്നു. ബാറ്റ് കൊണ്ട് പുഷ്പ സ്റ്റൈൽ കാട്ടിയാണ് നിതീഷ് തന്റെ കന്നി അർദ്ധ സെഞ്ചുറി നേട്ടം ആഘോഷമാക്കിയത്. ആത്മവിശ്വാസത്തോടെയുള്ള ഇന്നിംഗ്സ് ആണ് നിതീഷ് കാഴ്ചവെച്ചത്. ഋഷഭ് പന്ത് പുറത്തായതോടെ 200-ന് മുകളിൽ ലീഡ് ലക്ഷ്യം വെച്ച ഓസ്ട്രേലിയയുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിക്കാൻ നിതീഷിന് സാധിച്ചിട്ടുണ്ട്. ഇതിനോടകം ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നവനായി മാറാൻ നിതീഷിനായി. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കണ്ടെത്തലായിരുന്ന നിതീഷ് ഇന്ത്യക്കായി T20-യിലും മിന്നിച്ചു. എന്നാൽ ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പരയ്ക്ക് അപ്രതീക്ഷിതമായാണ് നിതീഷിന് വിളിയെത്തിയത്. പേസ് ഓൾറൗണ്ടറായാണ് നിതീഷിനെ ഇന്ത്യ പരിഗണിച്ചത്. ഈ തീരുമാനം തെറ്റായില്ലെന്ന് തന്നെ പറയാം. ഗംഭീര പ്രകടനത്തോടെ ഓസ്ട്രേലിയയിൽ മിന്നിക്കാൻ നിതീഷിന് സാധിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയായി യുവതാരം മാറിയിട്ടുണ്ട്. മെൽബണിൽ 8ാം നമ്പറിലെ റെക്കോർഡ് കൂട്ടുകെട്ടാണ് നിതീഷ് കുമാറും വാഷിംഗ്ടൺ സുന്ദറും ചേർന്ന് സൃഷ്ടിച്ചത്. 221-ന് 7 വിക്കറ്റ് എന്ന നിലയിൽ നിന്നാണ് ഈ കൂട്ടുകെട്ട് ഇന്ത്യൻ സ്കോർ ബോർഡ് ഉയർത്തിയത്. 315 കടന്ന് ഈ കൂട്ടുകെട്ട് മുന്നേറിയതോടെയാണ് മെൽബണിൽ 8ാം നമ്പറിലെ റെക്കോർഡ് കൂട്ടുകെട്ടായി ഇത് മാറിയത്. 300-നുള്ളിൽ ഒതുങ്ങുമെന്ന് തോന്നിച്ച ഇന്ത്യൻ ഇന്നിംഗ്സിനെ നിതീഷും വാഷിംഗ്ടണും ചേർന്ന് കരകയറ്റുകയായിരുന്നുവെന്ന് പറയാം. യുവ സൂപ്പർ താരം ശുഭ്മാൻ ഗിൽ മോശം ഫോമിൽ തുടർന്നതോടെ പുറത്തിരുത്തി വാഷിംഗ്ടൺ സുന്ദറെ കളിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഈ തീരുമാനം തെറ്റായില്ലെന്ന് തെളിയിക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് സുന്ദർ കാഴ്ചവെച്ചത്. ഏറെ നാൾ ഒതുക്കപ്പെട്ട സുന്ദർ ഇപ്പോൾ അവസരത്തിനൊത്ത് വീണ്ടും ഉയർന്ന കയ്യടി നേടുകയാണ്. അശ്വിൻ വിരമിച്ച സാഹചര്യത്തിൽ സുന്ദറിന് ഇനി തുടർ അവസരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ കരുതാം. ഇന്ത്യയുടെ ഏറെ നാളായുള്ള തലവേദനയ്ക്കാണ് നിതീഷിലൂടെ പരിഹാരമായിരിക്കുന്നത്. മികച്ച പേസ് ഓൾറൗണ്ടർമാരുടെ അഭാവം ഇന്ത്യക്കുണ്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യയിലായിരുന്നു ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷ. എന്നാൽ പരിക്കേറ്റതോടെ ഹാർദിക് പാണ്ഡ്യ T20-യിലേക്ക് മാത്രമായി ഒതുങ്ങി. ഇതോടെ ഏകദിനത്തിലും ടെസ്റ്റിലും മികച്ച പേസ് ഓൾറൗണ്ടർ ഇല്ലാതെ ഇന്ത്യ പ്രയാസപ്പെട്ടു. എന്നാൽ ഇപ്പോൾ നിതീഷിന്റെ വരവ് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. 3 ഫോർമാറ്റിലും ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നവനായി നിതീഷ് മാറിക്കഴിഞ്ഞു. നിതീഷിന്റെ ബൗളിംഗ് പ്രകടനം അല്പം കൂടി മെച്ചപ്പെടുത്താനുണ്ട്. അനുഭവ സമ്പത്തിലേക്ക് എത്തുമ്പോൾ ഇത് മെച്ചപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും നിലവിലെ നിതീഷിന്റെ പ്രകടനം ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്.